ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ ഗൾഫ് നാടുകളിൽ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ ഇലയിനൊക്കെ ഉണ്ടായാലും നമ്മൾ ഇങ്ങനെ കേരളക്കരയിൽ വലിയൊരു ടെൻഷൻ ഉണ്ടാകും. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഖത്തറിലെ ചെറിയൊരു അല്ല, ഹമാസ് കേന്ദ്രം ലക്ഷ്യമാക്കി ഇസ്രയേൽ ചെയ്ത ആക്രമണം അത് വല്ലാത്തൊരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. കർത്താര ഹിൽസ് എന്ന് പറയുന്ന അതിൻ്റെ ഓപ്പോസിറ്റായ പ്രവിശ്യയിലാണ് ഈ ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണം നടത്തിയത്. അതേസമയം ഇത്രയും ദൂരെയുള്ള ഇസ്രയേൽ എന്ന രാജ്യത്തിന് എങ്ങനെയാണ് ഖത്തറിൽ പോയി ആക്രമണം നടത്തുക എന്നുള്ളതും ചോദ്യമായി അവശേഷിക്കും. എന്തായാലും ഗൾഫ് നാടുകളിൽ ഏറ്റവും ഷോക്കേൽപ്പിക്കുന്ന ആക്രമണമാണ് ഉണ്ടായത്. ഇസ്രയേലിൻ്റെ ഈ ആക്രമണത്തെ ഖത്തർ അപലപിക്കുകയും ചെയ്തു. വരുന്ന മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേലിലെ ഖത്തറിലെ ദോഹയിൽ നടന്ന ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് പല വാർത്തകളും ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഖത്താര പ്രവിശ്യയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തെ ഖത്തർ അപലപിക്കുകയും ചെയ്തു. ലോകം ഒരു നടുക്കത്തിലായിരുന്നു. ഈ ദോഹയിൽ ഇത്തരമൊരു ആക്രമണം, പ്രത്യേകിച്ച് ഏറ്റവും വലിയൊരു അമേരിക്കൻ സൈനിക താവളമുള്ള ഖത്തറിൽ ഇങ്ങനൊരു ആക്രമണം ഇസ്രായേൽ ഖത്തറിൻ്റെ പേരിൽ നടത്താൻ കഴിയുക, അതൊക്കെ തന്നെ ഒരുപാട് ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നുണ്ട്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ താമസിച്ച ഖത്താരയിലെ പാർപ്പിട സമുച്ചയം ഇസ്രായേൽ ആക്രമിച്ചെന്ന് ഖത്തർ സ്ഥിരീകരിച്ചു. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നു. ആക്രമണത്തെ ഖത്തർ കാര്യമായി അപലപിച്ചു. ഒരുപക്ഷെ ഖത്തർ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കാരണം ഈ ഇസ്രായേൽ ഹമാസ് ഇടപാടിൽ ഏറ്റവും വലിയ മീഡിയേറ്ററിൻ്റെ റോള് വഹിച്ചിരുന്നത് ഖത്തറായിരുന്നു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരം എന്തൊക്കെയാണ്? SKN മണിക്കൂറുകൾക്ക് മുമ്പാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഈ വലിയൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ ഖത്തർ എന്ന് പറയുന്നത് നമ്മൾ SKN തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള കാലാകാലങ്ങളായി ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നു വരുന്ന യുദ്ധങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും ഇടയിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. എല്ലാ തരത്തിലുള്ള സമാധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രാജ്യമാണ് ഖത്തർ. അവിടെയായിരുന്നു ഇതേ സമാധാന പ്രവർത്തനങ്ങൾക്കായി അല്ലെങ്കിൽ അമേരിക്കയുമായി വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടുള്ള ഹമാസിന്റെ നേതാക്കൾ തമ്പടിച്ചിരുന്ന അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഈ സ്ഫോടനം അല്ലെങ്കിൽ ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ രൂപത്തിൽ പശ്ചിമേഷ്യയെ, അറബ് രാജ്യങ്ങളെ മുഴുവൻ ഞെട്ടിച്ച, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ആക്രമണം, അതിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൊല്ലപ്പെട്ടു എന്നുകൂടി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അത് ഹമാസ് നിഷേധിച്ചിട്ടുണ്ട്. ആരും കൊല്ലപ്പെട്ടിട്ടില്ല. പക്ഷേ ആക്രമണത്തെ ഹമാസ് അതിരൂക്ഷമായി അപലപിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഖത്തർ ഇതിനെ അപലപിക്കുന്നത് ഇതൊരു വലിയ ഭീരുത്വം നിറഞ്ഞ പ്രവർത്തനമാണ്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രവർത്തനം നടത്താൻ പാടില്ലായിരുന്നു, ഇങ്ങനൊരു ആക്രമണം നടത്താൻ പാടില്ലായിരുന്നു. അത് മാത്രവുമല്ല, അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ മുഴുവൻ തച്ചുടയ്ക്കുന്നതാണ് ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായ നടപടി എന്നാണ് ഖത്തർ പറയുന്നത്. ലോകരാജ്യങ്ങൾ മുഴുവൻ, അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇതിനോട് പ്രതികരിച്ചു കഴിഞ്ഞു. സൗദിയും ഇറാനും UAEയും എല്ലാം ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE പറയുന്നത് ഇതൊരിക്കലും നീതീകരിക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയല്ല എന്നാണ്. സൗദിയും ഒക്കെ ഇതേ നിലപാടിനോടാണ് യോജിക്കുന്നത്. ഇറാൻ പറയുന്നത് ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്ന രൂപത്തിലാണ് ഇറാന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. എന്തായാലും വലിയ രൂപത്തിൽ ഇത് വലിയ പ്രതികരണങ്ങൾക്ക്, വലിയ മറുപടികൾക്ക് ഒരുപക്ഷെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് മറുപടികൾ ഇതിനുണ്ടാകേണ്ടി വരും. പക്ഷേ ഇസ്രായേൽ ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഹമാസിനെ ഞങ്ങൾ ആക്രമിച്ചത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഹമാസ് കാലാകാലങ്ങളിൽ ഇസ്രായേലിനോട് നടത്തിവന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടത്. ഇനി ഒരു തരത്തിലുള്ള ഹമാസിന്റെ നേതാവിനെയും വെച്ച് പൊറപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുകൂടി ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും രണ്ടുപേരും പറഞ്ഞിരുന്നത് ഗാസയിൽ നിന്നും പൂർണ്ണമായും ഹമാസ് പിൻവാങ്ങണം, ഹമാസിന്റെ നേതാക്കൾ പിൻവാങ്ങണം, പിൻവാങ്ങിയില്ലെങ്കിൽ ഇത് അവസാന മുന്നറിയിപ്പാണ് എന്ന് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമാണ് ഈ ഒരു ആക്രമണത്തെ നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ഇതിൽ വരുന്നത്. താങ്ക് യു ശ്രീജിത്ത് ബാലകൃഷ്ണൻ. നേപ്പാളിലും വലിയ സംഭവങ്ങൾ നടക്കുകയാണ്. ലുംബിനിയിൽ താമസമാക്കിയ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം, അവിടെ അഴിമതിക്കാരായ മന്ത്രിമാരുടെ വീടുകളൊക്കെ തീ വയ്ക്കുകയാണ് കലാപകാരികൾ എന്നാണ്.
അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ബുദ്ധൻ്റെ നാട്ടിലാണ് ഈ മണ്ണ്. ലുംബിനി എന്ന് പറയുമ്പോൾ ബുദ്ധൻ ജനിച്ച മണ്ണാണ്. അവിടെ താമസിക്കുന്ന ഒരാളാണ് സത്യസന്ധമായി കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയ ആളുകളൊക്കെ വിമാനത്താവളത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണ്. നേപ്പാളിനെ ഇളക്കി മറിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനൊടുവിൽ അവിടുത്തെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും അതുപോലെ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും രാജിവെച്ചു. ഇരുവരും സൈന്യത്തിൻ്റെ സുരക്ഷിത കേന്ദ്രത്തിലാണ് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. നേപ്പാളിൻ്റെ ഭരണ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു കഴിഞ്ഞു. സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് സൈനിക വക്താവ് അറിയിക്കുന്നത്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവയുൾപ്പെടെ 26 സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ നടപടിക്കെതിരെ തുടങ്ങിയ യുവാക്കളുടെ പ്രക്ഷോഭം സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരായ ബഹുജന പ്രക്ഷോഭമായി മാറുകയായിരുന്നു. സമരം തണുപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഇന്നലെ രാത്രി പിൻവലിച്ചെങ്കിലും പ്രക്ഷോഭത്തിൽ നിന്ന് സമരക്കാർ പിന്മാറിയില്ല. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ രാജിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം കലാപമായി മാറി. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും മന്ത്രിമാരുടെയും വസതികളടക്കം പ്രക്ഷോഭകർ അഗ്നിക്കിരയാക്കി. പാർലമെന്റ് മന്ദിരവും സുപ്രീം കോടതിയും ആക്രമിച്ച് തകർത്തു. മുൻ പ്രധാനമന്ത്രി ഷർ ബഹാദൂർ ദുബെയെയും കുടുംബത്തെയും പ്രതിഷേധക്കാർ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ചു. ധനമന്ത്രി വിഷ്ണു പ്രസാദിനെ പ്രതിഷേധക്കാർ തെരുവിൽ മർദ്ദിച്ചു. സൈന്യത്തിനും പോലീസിനും പ്രക്ഷോഭകരെ നിയന്ത്രിക്കാനായില്ല. പ്രതിഷേധം കാഠ്മണ്ഡുവിൽ നിന്ന് മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിച്ചു. ഇതോടെ ഗത്യന്തരമില്ലാതെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. ജൻസി വിപ്ലവം എന്ന പേരിൽ ഇന്നലെ ആരംഭിച്ച യുവാക്കളുടെ പ്രക്ഷോഭം സുരക്ഷാസേന അടിച്ചമർത്താൻ തുടങ്ങിയതോടെയാണ് അക്രമാസക്തമായത്. സംഘർഷത്തിൽ 19 പേർ കൊല്ലപ്പെട്ടിരുന്നു. 347 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക് 24. നേപ്പാളിൽ നിന്ന് വരുന്ന വാർത്തകൾ അമ്പരപ്പിക്കുന്നതാണ്. നേപ്പാളിൽ രക്തരൂക്ഷിത കലാപത്തിൽ മരണസംഖ്യ വർദ്ധിക്കുകയാണ്. കലാപത്തിൽ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ കൊല്ലപ്പെട്ടു എന്ന വാർത്തയുണ്ട്. കൊല്ലപ്പെട്ടത് ഛലനാഥ് ഖനാലിൻ്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രകർ. പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെച്ചതോടെ നേപ്പാളിൻ്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. സൈനിക മേധാവി ഉടൻ തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. മാത്രമല്ല ഈ കലാപം നടന്ന ആൾക്കാരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് സൈന്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമ്മുടെ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വീണ്ടും ചേരുന്നു. ശ്രീജിത്ത്, ഏറ്റവും ലേറ്റസ്റ്റായി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എങ്ങനെയാണ്? കാഠ്മണ്ഡുവിലൊക്കെ തന്നെ വലിയ പ്രശ്നമാണെന്നാണ് അവിടെ നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫോണിൽ പറയുന്നത്. SKN സമാനതകളില്ലാത്തൊരു സമര പോരാട്ടമായിരുന്നു നേപ്പാളിൽ നമ്മൾ കണ്ടത്. 48 മണിക്കൂർ കൊണ്ട് ഒരു സർക്കാരിനെ മറിച്ചിടാൻ ജൻസി എന്ന് പറയുന്ന തലമുറയ്ക്ക് കഴിയുന്നു. ഏതാണ്ട് 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരാണ് 2 ദിവസമായി അവിടെ വലിയ സമരം നടത്തിയത്, പ്രക്ഷോഭം നടത്തിയത്. അവർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരോധിച്ചതിൻ്റെ പേരിലായിരുന്നു സമരം തുടങ്ങിയത്. പക്ഷേ ആ സമരം പിന്നെ സർക്കാരിൻ്റെ അഴിമതിക്കെതിരായുള്ള പോരാട്ടമായി മാറുന്നു. അത് പിന്നെ അക്രമാസക്തമായി മാറുന്നു. 48 മണിക്കൂർ കൊണ്ട് വലിയ രൂപത്തിലേക്കാണ് ആ സമരം മാറിയത്. അങ്ങനെ പിന്നീട് അത് മന്ത്രിമാരുടെ വീടുകൾ ആക്രമിക്കുന്നു, മാറുന്നു, സർക്കാർ ഓഫീസുകൾ ആക്രമിക്കുന്നു, സുപ്രീം കോടതി കത്തിക്കുന്നു, പാർലമെന്റ് കത്തിക്കുന്നു. ഒടുവിൽ പ്രധാനമന്ത്രിയുടെയും മുൻ പ്രധാനമന്ത്രിമാരുടെയും മക്കളിലേക്കും ഭാര്യമാരിലേക്കും ആക്രമണം നീളുന്നു. വീടുകൾക്ക് തീയിടുമ്പോഴാണ് ഇപ്പോൾ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ കൊല്ലപ്പെടുന്നത്. അതാണ് സമരത്തിന്റെ ഒരു വസ്തുത. ഇനിയുള്ളത് അവിടെ പുതിയൊരു സർക്കാർ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. നിലവിൽ സൈന്യമാണ് നേപ്പാളിന്റെ ഭരണം ഏറ്റെടുത്തിട്ടുള്ളത്. സൈന്യം സമരക്കാരുമായി ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമാധാനമാണ് ആദ്യം വേണ്ടത്, ഇനി ചർച്ച നടത്തി കാര്യങ്ങളിലേക്ക് പോകാമെന്ന് പറയുന്നു. പക്ഷേ പേരുകൾ നിർദ്ദേശിക്കുന്നത് ഞങ്ങൾ തന്നെ ആയിരിക്കും എന്ന രൂപത്തിലാണ് ഇപ്പോൾ സമരക്കാർ പറയുന്നത്. സമരക്കാർ പറയുന്ന പ്രധാനപ്പെട്ട പേരുകളിലൊന്ന് ബലേന്ദ്ര ഷാ എന്ന് പറയുന്ന ഇപ്പോൾ കാഠ്മണ്ഡുവിന്റെ മേയറായിട്ടുള്ള ബലേന്ദ്ര ഷായുടെ പേരാണ് സമരക്കാർ പറയുന്നത്. അദ്ദേഹം ഇടക്കാല പ്രധാനമന്ത്രിയെ വരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ സൈന്യം ഇക്കാര്യത്തിൽ പൂർണ്ണ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ ബലേന്ദ്ര ഷാ അടക്കമുള്ള ചെറുപ്പക്കാരായ ആളുകളാണ് ഒരു പക്ഷേ ഈ സമരക്കാർക്ക് പ്രചോദനമായി മാറിയത്. ഇവരെല്ലാം ഏതാണ്ട് സ്വതന്ത്രരാണ്. ബലേന്ദ്ര ഷാ, സുധൻ ഗുരുങ് എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ, അങ്ങനെ 2-3 പേരുകൾ സമരക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇവരെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരായ പോരാട്ടങ്ങളുടെ മുൻപന്തിയിലായിരുന്നു. ഇവരുടെ കൂടി പ്രചോദനം കൊണ്ടാണ് ഈ സമരം ഉണ്ടായത്. എന്തായാലും ഇവിടെ അവിടെ കുടുങ്ങി ഇപ്പൊ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയ ഡോക്ടർ സുജയ് സിദ്ധൻ ഡാർച്ചിൻ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ സുജയ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഇപ്പോൾ കാഠ്മണ്ഡു എയർപോർട്ടിലാണോ താങ്കൾ ഇപ്പോൾ ഉള്ളത്? കാഠ്മണ്ഡു എയർപോർട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള നമ്മള് കാഠ്മണ്ഡുവിലല്ല ഉള്ളത്. ഡാർച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള ചൈനയിലെ ടിബറ്റിന്റെ ഭാഗത്താണ് നമ്മളുള്ളത്. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് നീങ്ങിയതാണോ അതോ നിങ്ങളെ ആരെങ്കിലും സുരക്ഷാ കവറിൽ കൊണ്ടുപോയതാണോ? നമ്മള് ഗ്രൂപ്പ് ട്രിപ്പായിട്ട്
പിൽഗ്രിമിനേജ് വേണ്ടിയിട്ട് ഇവിടെ വന്നത്. ഇതാണ് Okay, ബേസ് ക്യാമ്പ്. ഈ ഡാർച്ചിൻ എന്ന് പറഞ്ഞ ടിബറ്റിലെ ഏരിയ ആണ് ബേസ് ക്യാമ്പ്. ഇവിടുന്ന് ആണ് ആൾക്കാര് പരിക്രമണത്തിന് വേണ്ടി ഈ ഇത് എന്താ പറയാ കൈലാസം ചുറ്റാനായിട്ട് പോണത്. നിങ്ങൾ കൈലാസ യാത്രയ്ക്ക് ഇറങ്ങിയതാണല്ലേ? ഓക്കെ. അതെ, കൈലാസ് മാനസരോവര യാത്രയ്ക്ക് ഇറങ്ങിയ ആൾക്കാരാണ് നമ്മള്. നിങ്ങൾ എത്ര പേരവിടെ കുടുങ്ങി കിടക്കുന്നു ഇപ്പോ? എന്റെ ഗ്രൂപ്പിൽ മാത്രം 100 പേരുണ്ട്. ഓക്കെ. ഇത് മാക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതേപോലെ 10, 15, 20 ഗ്രൂപ്പുകൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. ശരി. ഇപ്പൊ ഇതിൽ എത്ര മലയാളികളുണ്ട്? താങ്കളല്ലാതെ വേറെ എത്ര മലയാളികളുണ്ട്? ഇതിലൊരു 8 പേരോളം മലയാളികളുണ്ട്. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? അവിടെ നീങ്ങാൻ കഴിയുന്നില്ല? ഇല്ല, അതായത് നേപ്പാൾ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. നേപ്പാളിൽ നിന്ന് ചൈനയിലേക്ക് ഇമിഗ്രേഷനും അവിടെ നിന്ന് നമ്മൾ റോഡ് മാർഗമാണ് കൈലാസത്തിലെത്തിയിട്ടുള്ളത്. ഇപ്പോ തിരിച്ച് അതേപോലെ വരാൻ പറ്റില്ല, കാരണം നേപ്പാള് ബോർഡർ ക്ലോസ് ചെയ്തു. ഓക്കെ. ഇത് ഗ്രൂപ്പ് വിസ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ചൈനയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഓക്കെ. അപ്പോ നമ്മളിവിടെ സ്ട്രാൻഡഡ് ആണ്. നാളെയാണ് പരിക്രമണിന് പോയിട്ടുള്ള ആൾക്കാര് തിരിച്ചു വരുള്ളൂ. കുറച്ച് പേരെങ്കിലും ഇവിടുത്തെ വെതർ ക്ലൈമറ്റ് വളരെ മോശമായതുകൊണ്ട് കുറച്ച് പേര് തിരിച്ചു പോന്നെങ്കിലും കുറച്ച് പേര് മുന്നോട്ട് പോയി. മാത്രമല്ല അവിടെ കാഠ്മണ്ഡുവിൽ ഒരു വിമാനവും പൊങ്ങുന്നില്ലല്ലോ. കാര്യം അവിടുത്തെ എയർപോർട്ടിന് ഒരു ചിത്രം ഒരാൾ അയച്ചു തന്ന അവിടെ എയർപോർട്ടിൽ ഒരാളെ കാണുന്നില്ല. ഇത് കാഠ്മണ്ഡുവിലല്ല, ഇത് നേപ്പാളിന്റെ വെസ്റ്റേൺ സൈഡിലാണ്. ഓക്കെ. ഓക്കെ. അല്ല, അപ്പൊ നിങ്ങളുടെ മടക്കയാത്ര കാഠ്മണ്ഡു വഴിയല്ലേ? അല്ല, നേപ്പാൾ ഗുഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് എയർപോർട്ട് വഴിയാണ്. ആ എയർപോർട്ട് എല്ലാം അടച്ചുപോയി. അപ്പൊ ഇനിയിപ്പോ എന്താ മുന്നിലുള്ള വഴി? പ്രത്യേകിച്ച് ഒരു വഴിയും നമ്മുടെ മുന്നിലില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് പലർക്കും നല്ല പ്രായമായിട്ടുള്ളവരാണ്, പല അസുഖങ്ങളും ഉള്ളതാണ്. പിന്നെ ഇവിടെ ഓക്സിജൻ ലെവൽ വളരെ കുറവാണ്. എന്റെ റൂംമേറ്റ് അടക്കം ഓക്സിജനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതൊരു ചെറിയ ടൗൺ ആയതുകൊണ്ട് ഇവിടുത്തെ റിസോഴ്സസ് വളരെ കുറവാണ്. പലർക്കും ഓക്സിജൻ കുറവുള്ളത് കൊണ്ട് എന്റെ കയ്യിലുള്ള മരുന്നുകളൊക്കെ വെച്ച് ഞാൻ തൽക്കാലം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ചിലരൊക്കെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അല്ലെ, നിങ്ങൾക്ക് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ? ഇപ്പൊ BJP കുറച്ച് പേര് വിളിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് വി മുരളീധരൻ സാറ് വിളിച്ചിരുന്നു. അല്ല, കേന്ദ്രമന്ത്രിമാരൊക്കെ ഇടപെട്ടു എന്ന് പറഞ്ഞു. അതെ, അവര് ഇടപെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നമ്മളെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം അവർ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊന്നും എയർപോർട്ടുകളില്ല. അതാണ് പ്രശ്നം അല്ലേ? റോഡ് മാർഗമാണ് വരാൻ പറ്റുള്ളൂ. റോഡ് മാർഗം ചൈനീസ് ബോർഡറിൽ വരാം. ഹിൽസ എന്ന് പറഞ്ഞ ചൈനീസ് ബോർഡറിൽ വന്നാലും നടന്നു വേണം നേപ്പാളിൽ കിടക്കാനായിട്ട്. നേപ്പാളിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ 4 പേര് കയറുന്ന ഹെലികോപ്റ്ററിലാണ് സിംകോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുക. സിംകോട്ടിൽ നിന്ന് 17-18 പേര് കയറുന്ന ചെറിയ വിമാനത്തിലാണ് നേപ്പാൾ ഗുഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള നേപ്പാളിന്റെ ഭാഗത്ത് എത്തുക. അവിടുന്ന് റോഡ് മാർഗമാണ് നമ്മൾ ലക്നൌവിൽ എത്തേണ്ടത്. നമ്മൾ ലക്നൌ വഴിയാണ് വന്നിട്ടുള്ളത്. അത് ശരി. നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ കോണ്ടാക്ട് ചെയ്ത മന്ത്രിമാരുടെ പറയാൻ കഴിഞ്ഞോ? വി മുരളീധരനാണ് സാറാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഇഷ്യൂ നമ്മൾ സാറിനോട് വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം അവർക്ക് സമയം കൊടുക്കണം, എങ്ങനെയാണ് പ്ലാൻ ചെയ്യാന്നുള്ളത് ആണ് സാർ പറഞ്ഞത് നമ്മളോട്. ഓക്കെ. എന്തായാലും ഡോക്ടറെ അവിടെ തന്നെ നിൽക്കുക, നമ്മളും ബന്ധപ്പെടാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡാർച്ചിൻ എന്ന് പറയുന്ന പ്രദേശം ഡോക്ടർ സുജയ് സിദ്ധനാണ് നമുക്കിപ്പം ചേർന്ന്. കൈലാസ യാത്രയ്ക്കിടയിൽ അവരും അവിടെ പെട്ടുപോയി എന്നാണ്. ഈ നേപ്പാളിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. നേപ്പാളിൻ്റെ അതിർത്തി അടച്ചതോടെയാണ് ഇവരുടെ മുന്നിൽ വാതിലുകൾ അടയുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രിമാരൊക്കെ ഇവരുമായി ബന്ധപ്പെടുന്നു എന്നാണ് നമുക്ക് ലേറ്റസ്റ്റായി കിട്ടുന്ന വിവരം. ഈ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീജിത്ത് ബാലകൃഷ്ണൻ തുടരുകയാണ്. ശ്രീജിത്ത്, ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് പ്രസിഡന്റും പ്രധാനമന്ത്രിയും രാജിവെച്ച് ഒഴിഞ്ഞു. എന്നാലും കലാപം അടങ്ങുന്നില്ല. മാത്രമല്ല, അഴിമതിക്കാരായ മന്ത്രിമാരുടെ വീടുകളൊക്കെ ഇവർ കത്തിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതെ, തീർച്ചയായും. ഒരുപക്ഷെ ഇതുവരെ നമ്മൾ കാണാത്ത രൂപത്തിലുള്ള ഒരു പ്രക്ഷോഭമാണത്. സാധാരണഗതിയിൽ പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ പ്രതിഷേധമുണ്ടാകും, സർക്കാരിനെതിരെ പ്രതിഷേധം ഉണ്ടാകും, അത് അവസാനിക്കുന്ന രൂപത്തിലാണ്. പക്ഷേ ഇത് മന്ത്രിമാരുടെ വീടുകൾ കത്തിക്കുന്നു, സുപ്രീം കോടതി കത്തിക്കുന്നു, അതുമാത്രമല്ല പാർലമെന്റ് കത്തിക്കുന്നു. അങ്ങനെ ആ രൂപത്തിലേക്ക് പ്രക്ഷോഭം മാറുകയാണ് ഉണ്ടായത്. നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ അവരുടെ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത് നിരോധിച്ചതിൻ്റെ പേരിലാണ് ഈ സമരം ആരംഭിക്കുന്നത്. അത് അവരെ വൈകാരികമായിട്ടാണ് ആ ചെറുപ്പക്കാരെ മുഴുവൻ ബാധിച്ചിട്ടുള്ളത്. അതാണ് അവരുടെ പ്രക്ഷോഭത്തിൻ്റെ കാരണം. പിന്നെ സമരത്തിനൊരു നേതൃത്വമില്ല, ഒരു രാഷ്ട്രീയ
നേതൃത്വമോ ഒരു പ്രത്യേക ഒരു നേതൃത്വമോ ഇതിനില്ല. ആരാണ് നയിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ് സമരക്കാർ ചെയ്യുന്നത്. ആ ഇഷ്ടമുള്ളത് ഒരാൾ കത്തിക്കുന്നു, പിന്നീട് കത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. സമരം അവസാനിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടുകൾ ഞങ്ങൾ തിരിച്ചു തരാം, നിങ്ങളുടെ അക്കൗണ്ടുകൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് ഇന്നലെ നേപ്പാൾ പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പോലും ആ സമരം അവസാനിപ്പിക്കുന്നില്ല. നിങ്ങളുടെ സർക്കാർ താഴെ ഇറങ്ങിയതിന് ശേഷമേ ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നുള്ളൂ എന്ന് ഇന്നലെ പറഞ്ഞു. ഇന്ന് പകൽ മുഴുവൻ നേപ്പാൾ നിന്ന് കത്തുകയായിരുന്നു, കാഠ്മണ്ഡു മുഴുവൻ കത്തുകയായിരുന്നു, കാഠ്മണ്ഡുവിന് റിംഗ് റോഡുകൾ മുഴുവൻ കത്തുകയായിരുന്നു. പ്രധാനപ്പെട്ട പാർട്ടി ഓഫീസുകൾ, അതായത് ഈ ചെറുപ്പക്കാർ പോലും ഉൾപ്പെടുന്ന പാർട്ടി ഓഫീസുകളൊക്കെ കത്തിക്കുന്ന രൂപത്തിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും അസാധാരണ ഒരു സമരമാണ് നേപ്പാളിൽ നടന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ നേപ്പാളിൻ്റെ അവസ്ഥ നമ്മൾ സങ്കല്പിക്കുന്നതിനൊപ്പം നടന്ന, ഇദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ, നമ്മുടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളി തന്നെ പറഞ്ഞതുപോലെ നിരവധി ആളുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് മണിക്കൂറുകളായി അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ നേപ്പാളിലെ ത്രിഭുവൻ വിമാനത്താവളത്തിലും ഉണ്ട്. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. നേപ്പാളിൽ പ്രക്ഷോഭം ശക്തമായതിന് പിന്നാലെ കാഠ്മണ്ഡു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും പ്രതിഷേധം. പ്രധാന നേതാക്കൾ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പ്രക്ഷോഭകാരികൾ വിമാനത്താവളം വളഞ്ഞത്. പെട്ടെന്ന് വിമാനങ്ങൾ റദ്ദാക്കിയതുകൊണ്ട് മലയാളികൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ കാഠ്മണ്ഡു എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാഠ്മണ്ഡു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അനുഭവം 24 പങ്കുവയ്ക്കുകയാണ് അവിടെ കുടുങ്ങിപ്പോയ മലയാളിയായ ഡോക്ടർ ജോബി ഇലക്കാട്. ഇതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുള്ള രംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഗ്രൂപ്പായിട്ട് തിരിയുന്നുണ്ട്. എയർപോർട്ടിനകത്തു നിന്ന് എല്ലാവരോടും വെളിയിൽ പോകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ എയർപോർട്ടിന് ബോംബ് ത്രെറ്റ് ഉണ്ട് എന്നാണ് അധികാരികൾ പറയുന്നത്. അതേസമയം തന്നെ നമുക്ക് 1-2 ഹെലികോപ്റ്ററുകൾ എയർപോർട്ടിലേക്ക് വരുന്നതും കാണാം. മറ്റൊരു അടക്കം പറയുന്ന വേറൊരു കാര്യം, ഇവിടുത്തെ മിനിസ്റ്റേഴ്സ് രാജ്യം ഇടുന്നതിന് വേണ്ടി എയർപോർട്ടിൽ വരുമ്പോൾ അതുകൊണ്ടാണ് എയർപോർട്ട് വെക്കേറ്റ് ചെയ്യിക്കുന്നത് കാണിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ എയർലൈൻസുകളിലും ഒരു സ്റ്റാഫ് പോലും ഇവിടെ അവൈലബിൾ അല്ല. എല്ലാ എയർലൈൻസിൻ്റെ ലഗേജുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് ലഗേജ് കണ്ടുപിടിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പുറത്ത് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഇത് എയർപോർട്ടിന് പുറത്തുള്ള ആണ്. എല്ലായിടത്തും വിജനമാണ്. ഹോട്ടലുകളെല്ലാം അടച്ചിരിക്കുകയാണ്. ആൾക്കാർക്ക് എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയില്ല. ഫ്ലൈറ്റ് എപ്പോഴാണ് റിസ്യൂം ചെയ്യുന്നത്, റീഫണ്ട് കിട്ടുമോ, അല്ലെങ്കിൽ എവിടെയാണ് അക്കോമഡേഷൻ കൊടുക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചും ഒരു വ്യക്തതയും നിലവിലില്ല. നിങ്ങൾക്ക് ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും, പ്രൊട്ടസ്റ്റേഴ്സ് നടത്തുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ടാക്സിയും ഒന്നും അവൈലബിൾ അല്ല. നിങ്ങൾക്ക് കാണാം, ഈ തലയിൽ റെഡ് ക്യാപ്പ് വെച്ചിരിക്കുന്നവർ അവരെല്ലാവരും ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർക്ക് ഇത് എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. നമുക്ക് വീട്ടിൽ വരാനുള്ള പേടി തത്രപ്പെടാണ് നമ്മളുള്ളത്. ഒരു ഫ്ലൈറ്റും ഇപ്പോൾ ബുക്കിംഗ് സ്വീകരിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏറ്റവും സങ്കടകരമായ വാർത്ത, നേപ്പാളിലെ പ്രക്ഷോഭകാരികൾ മുൻ പ്രധാനമന്ത്രി ജഗന്നാഥ് കനാലിൻ്റെ വീടിന് തീയിട്ടു. ഈ വീടിനുള്ളിലായിരുന്ന കനാലിൻ്റെ ഭാര്യ റാബി ലക്ഷ്മി ചിത്രകാർ വെന്തു മരിക്കുകയും ചെയ്തു. അത്ര സങ്കടകരമായ സ്തോഭജനകമായ അന്തരീക്ഷമാണ് ഇപ്പോൾ നേപ്പാളിലുള്ളത്. നേപ്പാൾ കത്തുന്നു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ശരി. TP രാധാകൃഷ്ണൻ രാജ്യത്തിൻ്റെ 15ാമത് ഉപരാഷ്ട്രപതി. 300-നെതിരെ 452 വോട്ടുകൾക്കാണ് NDA സ്ഥാനാർത്ഥിയുടെ വിജയം. വോട്ടെടുപ്പിൽ പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. 19 പ്രതിപക്ഷ അംഗങ്ങൾ CP രാധാകൃഷ്ണന് അനുകൂലമായി വോട്ട് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി CP രാധാകൃഷ്ണനെ അഭിനന്ദിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി തത്സമയം പ്രൈം ടൈമിൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിശദാംശങ്ങൾ. ബൽറാം, ഈ ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണല്ലോ ഇത്രയധികം ആളുകൾ കൂറുമാറി വോട്ട് ചെയ്തു എന്നുള്ളത്. SKN, തീർച്ചയായും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ. വലിയ തോതിലുള്ള ക്രോസ് വോട്ടിംഗ് ഉണ്ടായി എന്നുള്ളത്. ഇത്തവണത്തെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് പതിവിലും വീറും വാശിയും നിറഞ്ഞതായിരുന്നു. ഇതൊരു രാഷ്ട്രീയ പോരാട്ടം, ഒരു പ്രത്യയശാസ്ത്ര പോരാട്ടം എന്ന പ്രതിപക്ഷം തന്നെ വിശേഷിപ്പിക്കുകയും ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തിരുന്നതാണ്. കടുത്ത മത്സരം നടന്നു. BJPക്ക് അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് പോലും അവകാശപ്പെട്ടത് 427 വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ ഏറെ വോട്ടുകൾ, അവകാശപ്പെട്ടതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 767 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ 752 സാധുവായ വോട്ടുകൾ രേഖപ്പെടുത്തിയത്. അതിൽ 452 വോട്ടുകൾ
NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണന് ലഭിച്ചിരിക്കുന്നു. അതേസമയം പ്രതിപക്ഷത്തിന്റെ ഐക്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് 300 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. 15 വോട്ടുകൾക്കും 19 വോട്ടുകൾക്കും ഇടയിൽ വോട്ടുകൾ ക്രോസ് വോട്ടിംഗ് നടന്നതായാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ക്രോസ് വോട്ടിംഗ് വ്യാപകമായി തന്നെ ഉണ്ടായി എന്നും ദേശവിരുദ്ധമായ താൽപര്യങ്ങൾ പ്രകടിപ്പിച്ച സഖ്യം പരാജയപ്പെട്ടു എന്നുമുള്ള വിമർശനമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നത്. അതേസമയം NDA ക്യാമ്പിൽ വലിയ ആഘോഷം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് പ്രഹ്ലാദ് ജോഷിയുടെ വസതിയാണ്. ഇവിടെയാണ് നിയുക്ത ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഉള്ളത്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്യാമ്പ് ചെയ്യുന്നത് ഈ വസതി കേന്ദ്രീകരിച്ചാണ്. ഇവിടെ വലിയ ആഘോഷ പരിപാടികൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു ഉപരാഷ്ട്രപതി എത്തുമ്പോൾ കഥകളി വേഷം, ചെണ്ട അടക്കമുള്ള ആഘോഷ പരിപാടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു വിജയം ആഘോഷിക്കുന്നതിനായി നിലവിൽ ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഈ വസതിയിൽ CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇവിടേക്ക് എത്തിച്ചേരും. പ്രതിപക്ഷത്തിന് ഏറ്റ കനത്ത തിരിച്ചടി വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത്. 60.01% വോട്ടുകൾക്കാണ് CP രാധാകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഈ വോട്ടുകൾ വിജയ ശതമാനം കുറവാണ് എങ്കിൽ പോലും ഇത്തവണയുണ്ടായ കടുത്ത മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളവ പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതൊരു വലിയ വിജയവും ഒപ്പം തന്നെ NDAയുടെ ശക്തി പ്രകടനവുമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലാണ് NDA ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അവകാശവാദവുമായി BJP തിരുപ്പൂർ ജില്ലാ പ്രസിഡന്റ് KCMB ശ്രീനിവാസൻ 19 വോട്ട് CP രാധാകൃഷ്ണന് കൂടുതൽ ലഭിച്ചു. അതിൽ തിരുപ്പൂർ MPയും CPI നേതാവുമായ സുബ്ബരായന്റെ വോട്ടും ഉണ്ടാകും. സ്വന്തം നാട്ടുകാരൻ ഉപരാഷ്ട്രപതിയായി മത്സരിക്കുമ്പോൾ സുബ്ബരായനെ വോട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ലെന്നും KCMB ശ്രീനിവാസൻ 24 പറഞ്ഞു. இங்கே இருக்கிற எம்பியோட கட்சி எதிர்த்து ஓட்டு போடக்கூடிய சூழ்நிலையில் கூட நாங்கள் காலையில் ஒரு வேண்டுகோள் வச்சுருந்தோம். ஏன்னா இங்கത്തെ எம்பியும் CP ராதாகிருஷ்ணன் அவர்களும் பள்ளி பருவத்தில் முழுது KSC ஸ்கூலில் ஒன்றாக படித்தவர்கள். அந்த நினைப்பில் எப்படி இருந்தாலும் இவர் தோல்விக்கு ஓட்டு போட வேண்டாம், மண்ணின் மைந்தருக்கு ஓட்டு போடுங்கன்னு ஒரு வேண்டுகோளை கூட நாங்கள் திருப்பூர் மக்கள் சார்பாக வச்சுருந்தோம். 19 ஓட்டுக்கள் வேற எம்பிஸ் போட்டிருக்கிற காட்டி எங்கள் எம்பியும் போட்டிருப்பாருங்கிற ஒரு நம்பிக்கையில் அவருக்கும் இந்த நேரத்தில் எங்களது நன்றிகளை திருப்பூர் மக்களின் சார்பாக. നിയുക്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തിരുപ്പൂര് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, തിരുപ്പൂരിൽ വലിയ ആഘോഷമായിരിക്കുമല്ലോ ഇപ്പോൾ, പ്രത്യേകിച്ച് ആ മണ്ണിൽ നിന്ന് ഒരു ഉപരാഷ്ട്രപതി വരുന്നു എന്നുള്ളത് ചരിത്രമായല്ലോ. തീർച്ചയായും തൊഴിൽ നഗരം എന്നാണ് തിരുപ്പൂരിനെ അവർ വിശേഷിപ്പിക്കുന്നത്. ആ തൊഴിൽ നഗരത്തിൽ നിന്ന് ഒരു ഉപരാഷ്ട്രപതി, രാജ്യത്തിന്റെ ഒരു പ്രഥമ പുരുഷന്റെ തൊട്ടു താഴെയുള്ള ഒരാളിലേക്ക്, ഒരു പോസ്റ്റിലേക്ക് ഒരാൾ വരുന്നു. അത് പ്രധാനപ്പെട്ട BJPയുടെ നേതാവ് എന്ന തരത്തിലാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത്, അല്പസമയം മുൻപ് നമ്മൾ കാണിച്ച ബൈറ്റ് ഇവിടുത്തെ തിരുപ്പൂരിലെ ജില്ലാ പ്രസിഡന്റ് KCMB ശ്രീനിവാസന്റേതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാകട്ടെ, ഇവിടുത്തെ CPIയുടെ MP അദ്ദേഹവും അതുപോലെ തന്നെ CP രാധാകൃഷ്ണനും ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. അവരുടെ വോട്ട് കൂടി ലഭിച്ചിരിക്കുമെന്നാണ്. ഇവിടെ ഇപ്പോഴും BJP പ്രവർത്തകർ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ വസതിയാണ് നമുക്ക് തൊട്ടുപുറകിൽ കാണുന്നത്. BJP പ്രവർത്തകർ ഇപ്പോഴും തുടരുന്നുണ്ട്. മഹിളാ മോർച്ചയുടെ ഒക്കെ നേതാവായ ധനഭാഗ്യമാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിങ്ങൾ നിനക്കര ഉങ്ക MP സുബ്രായൻ അന്താൾ കൂടി ഓട്ട് പോടുന്ന நினைக்கிறோம். ஏன்னா அவர் சின்ன வயசுல இருந்து CP ராதா அண்ணன் கூட படிச்சவர். அதனால அவர் கண்டிப்பா அவருக்கு ஓட்டு போட்டுருவாரு. நாங்க நம்புறோம். திருப்பூர் மக்கள் நம்புறோம். நாங்க அவரோட சார்பா. எப்படி இருக்கு? ரொம்ப சந்தோஷமா இருக்கு. எங்களுக்கு CP ராதாகிருஷ்ணன் துணை ஜனாதிபதியா வந்தது எங்களுக்கெல்லாம் ரொம்ப சந்தோஷமா இருக்கு. அவர் வந்தது எங்களுக்கு இந்த தமிழர், ஒவ்வொரு உண்மையான தமிழனுக்கும் இந்த தமிழகத்துக்கும் தமிழுக்கு ஆதரவா? ஆமா, கண்டிப்பா எல்லாருக்கும் ஆதரவு தான். தமிழ் மக்கள் அனைவரும் சார்பாகவும் அவர் துணை ஜனாதிபதியா இருக்கிறது எங்களுக்கெல்லாம் ரொம்ப சந்தோஷமா இருக்குது. இதான் அவരുടെ പ്രവർത്തകർ നേതാക്കളൊക്കെ ചേർന്നത്. எப்படி இருக்கண்ண என்ன சொல்லுங்க? വളരെ സന്തോഷമുണ്ട്. മലയാളം കുറച്ചൊക്കെ അറിയും. വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം തിരുപ്പൂർക്കാരൻ എന്ന നിലയിലും അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാർ എന്നിട്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെ അത് അല്ലാതെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഒരു അലുമിനിയാണ് അദ്ദേഹം. KC സ്കൂൾ എന്ന് പറയും, ഇവിടെ തിരുപ്പൂരിലുണ്ട്. അതിൻ്റെ അലുമിനിയാണ്. അദ്ദേഹം SPയിലായി ഉണ്ടായിരുന്നു.
பின்ன இப்போ எஸ்பியிலாயிட்டு இப்போ துணை எவ்வளோ நாளாச்சு இங்கே வந்து போயிடுச்சு? எவ்வளோ நாளாச்சு? யார்? அந்த சிபிஆர் ഇവിടെ തന്നെ എപ്പോഴും ഉണ്ടാവും. ഇവിടെ അടിക്കടി ഇവിടെ വരും പോവും. അദ്ദേഹം ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ഗവർണർ ഉണ്ടായിരുന്നിട്ട് കൂടി അടിക്കടി വന്നിട്ട് പോയി. 15 ദിവസം മുൻപ് അദ്ദേഹം ഈ വീട്ടിൽ വന്നുപോയി. ഇവിടെ ഇപ്പോൾ ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മാതാവ് ജാനകിയമ്മൾ മാത്രമേ ഉള്ളൂ. അല്പസമയം മുൻപ് CP കുമരേശൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ നമ്മളോട് സംസാരിച്ചിരുന്നു. മാതാവിന് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് പുറത്തേക്ക് വരാത്തത്. അവർക്ക് ചില ഇൻഫെക്ഷനൊക്കെ സംഭവിക്കുമെന്ന് ഭയമുണ്ട്. വയസ്സായ വാർദ്ധക്യ ബാധിച്ച ആളാണ്, അവർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. എന്നാലും BJP പ്രവർത്തകർ ആവേശത്തിലാണ്. പടക്കം പൊട്ടിച്ചു, ലഡു വിതരണം, ലഡുവും ജിലേബിയും ഒക്കെ നാട്ടുകാർക്ക് മധുര വിതരണമൊക്കെ നടത്തിയിരുന്നു. അല്പസമയം മുൻപ് ഈ വഴി ഷെരീഫ് നഗറിലെ ഈ വഴി പൂർണ്ണമായി ബ്ലോക്ക് ആയിരുന്നു. എന്തായാലും ഒരു സന്തോഷമാണ്. തമിഴ്നാടിന് ലഭിച്ച ആദരം, സൗത്ത് ഇന്ത്യക്ക് ലഭിച്ച ആദരം, ദക്ഷിണേന്ത്യക്ക് ലഭിച്ച ആദരം എന്നാണ് ഇവിടുത്തെ BJP പ്രവർത്തകർ പറയുന്നത്. ഇപ്പോഴും BJP പ്രവർത്തകർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് ഇവിടുത്തെ BJP പ്രവർത്തകരും നാട്ടുകാരും ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു. നിയുക്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജന്മസ്ഥലമായ തിരുപ്പൂരിൽ നിന്നാണ് നമ്മുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേർന്ന്. ശ്രീജിത്ത്, താങ്ക് യു. സമസ്തയിൽ ഭിന്നതയുണ്ടെന്ന് തുറന്നു പറഞ്ഞ് സെക്രട്ടറി ഉമർ ഫൈസി മുക്കം പ്രശ്നം തുടങ്ങിയത് CEC-യുമായി ബന്ധപ്പെട്ട് പരിഹരിക്കേണ്ടത് അതിന് മുതിരാഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. മധ്യസ്ഥ വഹിച്ച പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഉത്തരവാദിത്തം നിറവേറ്റിയില്ല. സമസ്ത മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും പാലിച്ചില്ലെന്ന് ഉമർ ഫൈസി മുക്കം 24-നോട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ആദ്യം ആ പ്രതികരണത്തിലേക്ക് നമ്മൾ കടന്നില്ലെന്നു. ഇപ്പം നമ്മുടെ ഇടയിലൊക്കെ ഭിന്നിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പലതും ചാനലുകാരൊക്കെ പുറത്തു വിടുന്ന സംഗതികളൊക്കെ അങ്ങനെ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് പരിഹരിക്കേണ്ടവർ പരിഹരിക്കേണ്ടത്, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാരാണ് അത് പരിഹരിക്കുമെന്ന് കരുതുകയാണ്. അവർ തന്നെ ഇതിൻ്റെ മധ്യസ്ഥന്മാരായിട്ട് ഇറങ്ങിയതാണല്ലോ. പാണക്കാട് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ തന്നെയാണ് ഇതിൻ്റെ മധ്യസ്ഥന്മാരായിട്ട് ഇറങ്ങിയ ആ വിഷയത്തിൽ. പാഠങ്ങളൊക്കെ ശരിയാക്കാം, അവിടെയുള്ള തകരാറുകൾ തീർക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു 9 കണ്ടീഷൻ അവർ തന്നെ വെച്ചിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, വിശദാംശങ്ങൾ. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉമർ ഫൈസി മുക്കം പറയുന്നത് ഈ സമസ്തയെക്കുറിച്ച് ചാനലുകളിലൊക്കെ വരുന്ന വാർത്തകൾ സത്യമാണ് എന്ന് തന്നെയാണോ? SKN സമസ്തയിൽ ഭിന്നതയുണ്ട് എന്ന കാര്യമാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ സത്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയങ്ങളെല്ലാം തന്നെ തുടങ്ങിയത് ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മയായിട്ടുള്ള CIC-യുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ചില നയവ്യതിയാനങ്ങൾ സംഭവിച്ചു, ആദർശ വ്യതിയാനം സംഭവിച്ചു എന്നാണ് സംസ്ഥയുടെ കണ്ടെത്തൽ. വഫിയ കോഴ്സ് പഠിപ്പിക്കുന്ന CIC കോഴ്സുകളിലെ സിലബസുമായി ബന്ധപ്പെട്ടായിരുന്നു അത്തരം ഒരു സംസ്ഥയുടെ കണ്ടെത്തൽ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ വിഷയം പരിഹരിക്കണം എന്നാവശ്യപ്പെടുകയും സംസ്ഥ അതിന് ചില ആളുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിൽ വിഷയത്തിൽ ഏറ്റവും ഇടപെടുകയും അതിൽ മധ്യസ്ഥ വഹിക്കുകയും ചെയ്തത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുമാണ്. വിഷയം പരിഹരിക്കാമെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സംസ്ഥ എങ്ങനെയാണോ അതിൻ്റെ സിലബസ് ക്രമീകരിക്കുന്നത് അതനുസരിച്ചായിരിക്കും അക്കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുമുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നു. അല്ല എങ്കിൽ അതിൻ്റെ CIC-യുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സാദിഖ് അലി തങ്ങൾ മാറി നിൽക്കും എന്നും പറഞ്ഞിരുന്നു. പക്ഷേ സാദിഖ് അലി തങ്ങൾ മാറി നിന്നിട്ടുമില്ല, ഈ വിഷയം ഇതുവരെയും പരിഹരിച്ചിട്ടുമില്ല. അത്തരം ഒരു വേളയിലാണ് ഇപ്പോൾ ഉമർ ഫൈസി മുക്കം ഈ ഒരു നിലപാട് വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൻ്റെ ഉത്തരവാദിത്തം സാദിഖ് അലി തങ്ങൾക്കും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിക്കുമാണ്. വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്, ഒരുമിച്ച് പോകേണ്ടതുണ്ട്. പക്ഷേ അതിനവർ മുതിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ CIC-യുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഹക്കീം ഫൈസി ആദിർശേരിയെ മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ പിന്നീട് സംസ്ഥയെ അവഗണിച്ചുകൊണ്ട് ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടായി. സംസ്ഥ ആ വിഷയത്തിൽ നിലപാട് പറഞ്ഞു. മാത്രമല്ല ഈ CIC-യുമായി ഇനി ഒരുമിച്ച് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും മുസ്ലിം ലീഗ് നേതാക്കൾ, പ്രത്യേകിച്ച് സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ഒരു വേളയിലാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സമീർ സി മുഹമ്മദ്. നേപ്പാളിൻ്റെ പല ഭാഗങ്ങളിലും ഈ പ്രതിഷേധം ആളിപ്പടരുന്നു എന്ന വാർത്ത തന്നെയാണ് വരുന്നത്. നമ്മുടെ പല സ്ഥലങ്ങളിലും, നേപ്പാളിൻ്റെ പലയിടങ്ങളിലുമായിട്ട് മലയാളികൾ കുടുങ്ങിപ്പോയി എന്നുള്ള വാർത്ത പലരും വിളിച്ച് അറിയിക്കുന്നു. ഇപ്പോൾ പൊക്ര എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ 7 പേരടങ്ങുന്ന ഒരു സംഘം അവിടുത്തെ ഒരു ഹോട്ടലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആ ഹോട്ടലിൻ്റെ മുൻഭാഗത്തെ റിസപ്ഷൻ്റെ ഭാഗത്തൊക്കെ തന്നെ ഇപ്പോൾ ആൾക്കാർ, കലാപകാരികൾ തീയിടുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അവരുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ വല്ലാതെ ഭയചകിതരായിട്ടുണ്ട് ഈ വാർത്തകളൊക്കെ അറിയുമ്പോൾ. ഇനിയൊരു ഇടവേള പോകണം. ഇടവേള കഴിയുമ്പോൾ തിരുവനന്തപുരം വർക്കലയിൽ കിടപ്പ് രോഗിയായ 60-കാരി പീഡിപ്പിക്കാൻ ശ്രമം നടന്നുവെന്ന വാർത്ത വരുന്നു. നമുക്ക് തലകുനിഞ്ഞു പോകുന്ന വാർത്തയിലേക്ക് ഇടവേള കഴിഞ്ഞു വരാം. ബ്രേക്ക്.
മറ്റു വാർത്തകളിലേക്ക് വിശദമായി പ്രൈം ടൈം തുടരുകയാണ്. തിരുവനന്തപുരം വർക്കലയിൽ കിടപ്പ് രോഗിയായ 60-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം നടന്നു. ഭിന്നശേഷിക്കാരനായ 40-കാരനാണ് വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേർന്നു. പറയാം അലക്സ് റാം. എസ്കേൻ, ഇക്കഴിഞ്ഞ ചതയ ദിനത്തിൻ്റെ ഉച്ചയോടുകൂടിയായിരുന്നു ഈ ദാരുണമായ സംഭവം നടന്നത്. ഇത് തിരുവനന്തപുരം വർക്കലയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ 60-കാരിയായ കിടപ്പ് രോഗി, അവർ ഏറെക്കുറെ ചലനശേഷി നഷ്ടപ്പെട്ട ആളാണ് ഈ വയോധിക. അവർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അവർക്ക് ഭക്ഷണവുമായി അവരുടെ തൊട്ടടുത്ത വീട്ടിലെ 2 സഹോദരിമാർ, അതായത് ചതയദിനത്തിൻ്റെ ഉച്ചയ്ക്കുള്ള ഭക്ഷണവുമായി സഹോദരിമാരെത്തി. ഈ സമയത്ത് ഈ വീടിനോട് സമീപത്ത് തന്നെ ഈ പ്രതി ഉണ്ടായിരുന്നു, അതായത് ഈ ഭിന്നശേഷിക്കാരനായ പ്രതി ഉണ്ടായിരുന്നു. ആ പ്രതിക്ക് കൂടി ഈ സഹോദരിമാർ കൊണ്ടുവന്ന ഭക്ഷണം നൽകൂ എന്ന് ആ വയോധിക, ആ കിടപ്പ് രോഗിയായ വയോധിക അവരോട് പറയുകയും ആ പ്രതിക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. തുടർന്ന് സഹോദരിമാർ വീട്ടിൽ നിന്ന് പോയതിനു ശേഷമാണ് ഇയാൾ അകത്തേക്ക് കയറി കട്ടിലിലേക്ക് വന്ന് ഈ വയോധികയെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. തുടർന്ന് വയോധികയുടെ വാ പൊത്തിപ്പിടിക്കാനും ഇയാൾ ശ്രമിച്ചു. തുടർന്ന് ഇവർ ബഹളം ഒച്ച വെക്കുകയായിരുന്നു. തുടർന്ന് ഇവരുടെ ശബ്ദം കേട്ടാണ് സഹോദരിമാർ വീണ്ടും വീട്ടിലേക്ക് ഓടി വരുമ്പോഴാണ് ഈ ദാരുണമായ സംഭവം കാണുന്നത്. ഇയാൾ അവിടെ നിന്ന് അപ്പോൾ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. വർക്കല പോലീസിൽ അന്ന് തന്നെ സഹോദരിമാർ ഈ സംഭവത്തെപ്പറ്റി പരാതി നൽകിയിട്ടുണ്ട്, രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. പ്രതിയെ ഇനിയും പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ദിവസമാകുന്നു ഈ പ്രതിക്കായുള്ള തിരച്ചിലാണെന്നാണ് വർക്കല പോലീസ് അറിയിക്കുന്നത്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സങ്കടകരമായ, ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. കണ്ണൂരിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ കാർ നിയന്ത്രണം വിട്ട് 3 വാഹനങ്ങളിൽ ഇടിച്ചു കയറി. അപകടത്തിൽ ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു. തളാപ്പിലാണ് ഈ അപകടം നടന്നത്. അപകട ദൃശ്യങ്ങൾ 24 ആദ്യം നമുക്കൊന്ന് നോക്കാം. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ടെലിഫോണിൽ ചേരുന്നു. അരുൺ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ്കേൻ, ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് തളാപ്പിൽ ഈ അപകടം ഉണ്ടായത്. അവിടെ ഒരു പെട്രോൾ പമ്പിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. നിരവധി വാഹനങ്ങൾ പെട്രോൾ അടിക്ക് ഇന്ധനം നിറക്കുന്നതിന് വേണ്ടി എത്തുന്ന സമയമായിരുന്നു അത്. ആ വാഹനങ്ങൾ എല്ലാം അവിടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിനിടെ ഈ തളാപ്പ് സ്വദേശി തന്നെ ഓടിച്ചിട്ടുള്ള മറ്റൊരു കാർ ഇന്ധനം നിറക്കുന്നതിന് വേണ്ടി അവിടെ എത്തുന്നു. പിന്നീട് ഈ പെട്രോൾ പമ്പിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റു വാഹനങ്ങളിലേക്ക് ആ കാറ് ഇടിച്ചു കയറുകയായിരുന്നു. ഒരു സ്കൂട്ടർ ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റൊരു ഓട്ടോറിക്ഷ കാണാം, മറ്റൊരു കാറും ഉണ്ടായിരുന്നു. ഈ 3 വാഹനങ്ങളിലേക്കും ഇത് ഇടിച്ചു കയറി. ഈ സ്കൂട്ടർ അവിടെ നിർത്തി. അവിടെ മറ്റൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ദേഹത്തെ കൂടി ഈ വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ആ സ്ത്രീക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. കണ്ണൂരിലെ ഒരു ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഓട്ടോറിക്ഷയിലുള്ളവരും മറ്റ് ഇടിച്ച കാറിലുള്ളവരും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ഈ അപകടത്തിനൊരു കാരണമായി പറയുന്നത് ആ പെട്രോൾ പമ്പിൽ പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ ഈ ബ്രേക്ക് ചവിട്ടിയപ്പോൾ കിട്ടിയില്ല എന്നതാണ് ഈ ഡ്രൈവർ പോലീസിനോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരു സ്ത്രീക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. മറ്റുള്ളവർ തലനാരിഴക്കാൻ രക്ഷപ്പെട്ടത്. 2 പെട്രോൾ പമ്പ് ജീവനക്കാർക്കും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വലിയ അപകടമായി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ്. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനായിരുന്ന M. നന്ദകുമാർ അന്തരിച്ചു. പ്രേക്ഷകർക്ക് പരിചയമുള്ള മുഖമാണ് അദ്ദേഹം. ടെലിവിഷനിലൊക്കെ തന്നെ ന്യൂമറോളജിസ്റ്റ് ആയിട്ടും ജ്യോതിഷിയായിട്ടും ഒക്കെ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണം ഉണ്ടായത്. തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്നു, അതുപോലെ PRDയുടെ ഡയറക്ടറായിരുന്നു. ഈ പദവികളൊക്കെ തന്നെ അദ്ദേഹം വഹിച്ചിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ടെലിവിഷൻ അവതാരകൻ കൂടിയായിരുന്നു. എനിക്കൊക്കെ വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം. ഏഷ്യാനെറ്റിലൊക്കെ ഞാൻ ജോലി ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹം എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ വ്യക്തിപരമായ എൻ്റെ ദുഃഖവും 24ൻ്റെ വിഷമവും അറിയിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. കൊള്ള പലിശക്കാരെ പൂട്ടാൻ ഓപ്പറേഷൻ ഷൈലോക്കുമായി എറണാകുളം റൂറൽ പോലീസ്. പരിശോധനയിൽ 4 കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു. അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണവും മുദ്രപത്രങ്ങളും സ്വർണവും പിടികൂടി. 4 പേരെ കസ്റ്റഡിയിലെടുത്തു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ടെലിഫോണിൽ. വിഷ്ണു, വിശദാംശങ്ങൾ.
അനധികൃതമായി പലിശ ഇടപാട് നടത്തുന്ന ആളുകളെ പൂട്ടാൻ വേണ്ടിയാണ് എറണാകുളം റേഞ്ചിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഓപ്പറേഷൻ ഷൈലോക്ക് എന്ന് പേരിട്ട് പരിശോധന നടത്തിയത്. 237 ഇടങ്ങളിൽ പരിശോധന നടത്തി. എറണാകുളം റൂറലിലും ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലുമായിരുന്നു പരിശോധന. ഈ പരിശോധനയിൽ ഏകദേശം 39 ലക്ഷം രൂപയോളം പിടിച്ചെടുക്കാനായിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ, അനധികൃതമായി സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങൾ, 62ഓളം വരുന്ന മുദ്രപത്രങ്ങൾ, 27ഓളം വാഹനങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. 4 പേരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഈ അനധികൃത പണമിടപാടുകാരുടെ ഭീഷണി വർദ്ധിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ശക്തമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ ഷൈലോക്ക് എന്ന പേരിൽ ഈ പലിശക്കാരെ പൂട്ടാൻ വേണ്ടി എറണാകുളം റേഞ്ച് DIG സതീഷ് ബിനോയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയത്. അതിന്റെ ആദ്യഘട്ടമാണിത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. SK. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം ആലുവ കുന്നത്തേരിയിൽ കള്ളുഷാപ്പിന് മുന്നിൽ കത്തിക്കുത്ത്. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കമാണ് കത്തിക്കുത്തിലെത്തിയത്. മഹേഷ് എന്നയാൾക്കാണ് കുത്തേറ്റത്. മഹേഷിനെ കുത്തിയ ഷിബു സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാം, വിവരങ്ങൾ പറയൂ. SK, ഇന്ന് രാത്രി 7 മണിയോട് കൂടിയിട്ടാണ് ആലുവ പൈപ്പ് ലൈൻ റോഡിൽ കുന്നത്തേരിയിലുള്ള ഷാപ്പിന് മുന്നിൽ കത്തിക്കുത്തുണ്ടാകുന്നത്. കുത്തേറ്റത് മഹേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. ഇയാളെ ഗുരുതരമായ പരിക്കുകളോടെ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇയാളെ കുത്തിയത് ബന്ധുവായ ഷിബു എന്ന് പറയുന്ന മറ്റൊരാളാണ്. ഷാപ്പിന് മുന്നിൽ ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കത്തിക്കുത്തിലേക്ക് കലാശിച്ചത്. ഒടുവിൽ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി കുത്തുകൊണ്ട മഹേഷിനെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. സംഭവശേഷം ഷിബു ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസ് ഇപ്പോൾ ഈ പ്രതിക്ക് വേണ്ടി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. SKN പ്രൈം ടൈം തുടരുകയാണ്. വിഭാഗീയതയും അഴിമതിയും നിറഞ്ഞു നിന്ന CPM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും തീരുമാനമാക്കാതെ പിരിഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി അരുൺ രാജ് കൊല്ലത്തുനിന്ന് ചേരുന്നു. അരുൺ, ശരിക്കും ഗോവിന്ദ മാസ്റ്റർ നേരിട്ട് ഇടപെടുന്നു, മറ്റൊരു ഏരിയ സെക്രട്ടറിയെ ചാർജ് ഏൽപ്പിക്കാൻ പോകുന്നു, ഈ രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ച ശേഷം ഒന്നും സംഭവിച്ചില്ല എന്ന വാർത്തയാണോ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നത്? SKN, ഒരു കീറാമുട്ടിയായ പ്രശ്നമായി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ പുനഃസംഘടന മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പുനഃസ്ഥാപിക്കേണ്ടത് CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പുനഃസംഘടിപ്പിക്കണം എന്നുള്ളതാണ് CPM-ന് മുമ്പുള്ള ലക്ഷ്യം. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പങ്കെടുത്തുകൊണ്ട് നേരിട്ട് നടത്തിയ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഒരു തീരുമാനവുമാകാതെ പിരിയുകയായിരുന്നു. കാരണം ഈ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി രണ്ടായി വിഭജിച്ച് ഓച്ചിറ, കരുനാഗപ്പള്ളി എന്നീ ഏരിയ കമ്മിറ്റികളാക്കാം എന്നതായിരുന്നു ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വെച്ച നിർദ്ദേശം. പക്ഷേ അതിനെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഒരു അംഗം അത് ജില്ലാ സെക്രട്ടറി ഇത് എതിർത്തു. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നതായിരുന്നു നിലപാട്. ഇതേ തുടർന്ന് പിന്നീട് നടന്ന ചർച്ചയിൽ ഈ പകരം നിയോഗിച്ച അഡ്ഹോക് കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് അത് MV ഗോവിന്ദൻ പൂർണ്ണമായും തള്ളുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം വിഭാഗീയത പാർട്ടിക്കുള്ളിൽ ഇല്ല, വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല, നേതാക്കൾക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നതായിരുന്നു അഡ്ഹോക് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ഇത് പൂർണ്ണമായും തള്ളി. പിന്നെ എന്തുകൊണ്ടാണ് പരസ്യ പ്രതികരണവും പരസ്യ പ്രതിഷേധത്തിലേക്കും അടക്കം കാര്യങ്ങൾ പോയത്? ഇക്കാര്യങ്ങളിൽ സമഗ്രമായ റിപ്പോർട്ട് 2 ആഴ്ചക്കകം സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറണമെന്ന കർശനമായ നിർദ്ദേശം കൂടി MV ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അഡ്ഹോക് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും അടുത്ത തവണ വീണ്ടും ചർച്ച വിളിച്ചുകൊണ്ട് ഇക്കാര്യത്തിലൊരു സമവായത്തിലെത്തി പുതിയ ഏരിയ കമ്മിറ്റിക്ക് രൂപം നൽകാൻ കഴിയുമോ എന്ന സാധ്യതയാണ് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരൂരിൽ പോലീസിന് നേരെ ഗൂണ്ടാ സംഘത്തിന്റെ ആക്രമണം. 2 പേർ അറസ്റ്റിലായി. 4 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ സ്ഥലത്തെത്തിയ SIക്കും സംഘത്തിനും നേരെയായിരുന്നു ആക്രമണം നടന്നത്. കിളിമാനൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ നഗരൂർ എന്ന് പറയുന്നത്. മേഘന മുരളി തിരുവനന്തപുരം നിന്ന് ചേരുകയാണ്. മേഘന, ഈ ആക്രമിച്ച സംഘത്തെക്കുറിച്ച് വിവരം വല്ലതും ലഭിച്ചോ? SKN, തിരുവനന്തപുരം നഗരൂരിൽ അല്പസമയം മുന്നെയാണ് ഈ പോലീസിന് നേരെ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. അക്രമി സംഘം നേരത്തെ തന്നെ ഈ റൌഡി ലിസ്റ്റിലടക്കം ഉൾപ്പെട്ട നേരത്തെ തന്നെ പല പോലീസ് സ്റ്റേഷനുകളിലും നിരവധി കേസുകളുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് കല്ലമ്പലം സ്വദേശികളായിട്ടുള്ള
ബൈജു, ആദേശ് എന്നിവരാണ്. ഇരുവർക്കും 45 വയസ്സാണ് പ്രായം. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 4 വയസ്സുള്ള ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ, അത് തിരുവനന്തപുരം ആറ്റിങ്ങൽ ജംഗ്ഷനിൽ വെച്ചാണ് 4 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തുന്നത്. അങ്ങനെ നാട്ടുകാരുടെ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്ഐയും സംഘവും സ്ഥലത്തെത്തുന്നു. അതിനിടയിലാണ് ഈ ഗുണ്ടാ സംഘം പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. കൂടാതെ ഈ ജീപ്പിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടയിൽ വാഹനത്തിൽ വെച്ചും പോലീസിന് നേരെ ആക്രമണം ഉണ്ടായി. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ആക്രമികളുടെ ദേഹത്ത് തന്നെ സ്വയം മുറിവേറ്റിട്ടുണ്ട്. അതും ഇവർ ഈ പലതരത്തിലും പോലീസിന് നേരെ ആക്രമിക്കുന്നത് പോലെ തന്നെ ആയുധം കൊണ്ട് സ്വയം മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കൂടാതെ വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും സംഘം പോലീസിന് നേരെയും ആശുപത്രി ജീവനക്കാർക്ക് നേരെയും ആക്രമണം അഴിച്ചുവിട്ടു. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇരുവരും കസ്റ്റഡിയിലുണ്ട്. നേരത്തെ തന്നെ നിരവധി പോലീസ് സ്റ്റേഷനുകളിലായിട്ട് പല കേസുകളും ഇവർക്കെതിരെ ഉണ്ട്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. ഓക്കെ, ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.